നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരൊക്കെ വാഴും ആരൊക്കെ വീഴുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഫൈനലിന് ഇനി വെറും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സീസൺ 6 ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ. തുടക്കം മുതൽക്കേ കളം നിറഞ്ഞു കളിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വഴക്കിലും ഗെയിമിലും എല്ലാം ജിൻഡോ ഒരുപോലെ മുന്നിലുണ്ട്. ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള പോരാണ് ഈ സീസണിലെ തന്നെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം അപ്സരയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത്. അപ്രതീക്ഷിതമായ പുറത്താകലിൽ അപ്സരയും വീട്ടിലെ മറ്റംഗങ്ങളും ശരിക്കും ഞെട്ടിപ്പോയി. അതുപോലെ കഴിഞ്ഞ ദിവസം പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരുന്നു. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ജിൻഡോയ്ക്ക് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് ലഭിച്ചിരുന്നു. ജാസ്മിൻ ഒരു ടാസ്കിൽ സംസാരിക്കുമ്പോൾ ജിൻഡോ കാണിച്ച ആംഗ്യമാണ് വഴക്ക് ലഭിക്കാൻ കാരണമായത്. ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഗെയിം കളിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ജിൻഡോ എന്നാണ് ജാസ്മിൻ മറുപടി പറഞ്ഞത്. നിങ്ങളുടെ കൂടെ കോമ്പറ്റീവ് ചെയ്യുന്ന ആൾ എന്ന നിലയിൽ വളരെ മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടാസ്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിലും അതെന്താണെന്ന് വളച്ചു തിരിച്ച് ഒടിച്ച് മൂന്നാമതൊരാൾ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ അത് എൻജോയ് ചെയ്തേക്കാം. പക്ഷെ കൂടെ കോമ്പറ്റീവ് ചെയ്യുന്ന ആളാകുമ്പോൾ അത് ശരിയല്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ ജിൻഡോ രോമം പറിച്ചു കളയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജാസ്മിൻ കണ്ടോ, ഈ ഒരു ആക്ഷൻസ് ഒക്കെ വെച്ച് എനിക്ക് ഭയങ്കര വൃത്തികെട്ട പ്രവൃത്തിയുള്ള വ്യക്തിയായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയായി തോന്നുന്നു. ലാലേട്ടൻ ഇരിക്കെ തന്നെ കാണിച്ച സാധനമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ജിൻഡോയാണ്. എക്സാമ്പിൾ സഹിതം കാണിച്ചതിന് നന്ദിയെന്ന് പറഞ്ഞ് ജാസ്മിൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് മോഹൻലാൽ ജിൻഡോയോട് ചോദിക്കുന്നത്, അതൊരു ടാസ്ക് അല്ലേ, അതിൽ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത്. ഇതിന് പിന്നാലെ ജിൻഡോ സോറി പറയുന്നുണ്ടെങ്കിലും തന്നോടല്ല സോറി പറയേണ്ടത് എന്ന് മോഹൻലാൽ പറയുന്നു. പിന്നാലെ ജാസ്മിനോട് സോറി പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മുന്നിട്ട് നിന്നത് ജാസ്മിൻ തന്നെയായിരുന്നു. ഗബ്രി ഔട്ടായതിനു ശേഷമാണ് ജാസ്മിൻ ഗെയിമിൽ കൂടുതൽ ആക്റ്റീവ് ആയതും മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാൻ തുടങ്ങിയതും. ഫാമിലി ടാസ്കിൽ ഉപ്പയും ഉമ്മയും വന്നതോടെ ജാസ്മിൻ കൂടുതൽ ശക്തിയായി തന്നെ കളിക്കാൻ തുടങ്ങി. ഫൈനൽ 5 എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രിയായി കടന്നു വന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ. എന്നാൽ കഴിഞ്ഞ ദിവസം ജാസ്മിനും അഭിഷേകും തമ്മിൽ വലിയ വാക്പോര് നടന്നു. പിന്നാലെ ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന അഭിഷേകിനെയും കണ്ടു. ഇപ്പോഴത്തെ അഭിഷേകിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത്. എന്തുകൊണ്ട് അഭിഷേക് ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോയെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ബിഗ് ബോസ് ഗെയിം ഷോയിൽ വന്നിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഒരാൾ പറയുന്നതിന് 2 അർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ അയാൾക്ക് എതിരാളിയോട് പോയിന്റ് പറഞ്ഞു ജയിക്കാൻ ആവില്ല, കാരണം എതിരാളി കാറി മെഴുകി അതിനെ വലിയ സീനാക്കും. അല്ലെങ്കിൽ എതിരാളിയുടെ വാ തുറന്നാൽ വരുന്നത് മുഴുവൻ അങ്ങേയറ്റത്തെ വൃത്തികെട്ട സംഭാഷണം ആകുമെന്ന ബോധ്യമാകും. സത്യത്തിൽ ഇത് രണ്ടും ബാധിച്ചത് കൊണ്ടാണ് ജാസ്മിനോട് സംസാരിക്കാൻ തയ്യാറാവാതെ ഒരു വാട്ടർ ബോട്ടിലും പിടിച്ച് അഭിഷേക് ആ വീട് മുഴുവൻ ഓടി നടന്നത്. ജാസ്മിനോട് സംസാരിച്ച് ജയിക്കാനുള്ള പോയിന്റ് ഉണ്ടെങ്കിലും തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് പരാജയ ഭീതി കൊണ്ടല്ല, മറിച്ച് ജാസ്മിന് വെറുതെ മെഴുകാനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം നേർക്കുനേരെ നിന്ന് സത്യസന്ധമായി സംസാരിക്കാൻ പഠിക്കുക ജാസ്മിനെ. അല്ലാതെ ജാസ്മിൻ സഹ മത്സരാർത്ഥിയെ തെറിയല്ലാതെ വേറെയൊന്നും പറയാനില്ല എന്ന ഒറ്റ കാര്യത്താലാണ്. എന്താണ് സംസാരിക്കേണ്ട വിഷയം എന്ന് പോലും അറിയാതെ പരസ്പര ബന്ധമില്ലാതെ കാര്യങ്ങൾ അനവസരത്തിൽ എടുത്തിടാൻ തോന്നുന്നത് ജാസ്മിന് നിലവിലെ സാഹചര്യത്തോട് പ്രതികരിക്കാൻ അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അഭിഷേക് വിരോധികൾ ഇന്നലെ മുതൽ പ്രമോ കണ്ട് സന്തോഷിക്കുന്നത് പക്ഷേ ചീറ്റിപ്പോയി. തീയും പുകയും ചേർത്ത് എഴുതി വെച്ചതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്, നിങ്ങൾക്ക് ഈ സീസണിൽ ഒരു റാണി പിറക്കാൻ പോണില്ല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്.